അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇബ്രാഹിം ഇബ്നു അദ്ഹം ചരിത്രകഥ തുടരുന്നു. അങ്ങനെ ജനങ്ങളെല്ലാം സദസ്സിൽ നിരനിരയായി ഇരുന്നു. മന്ത്രിപ്രമുഖന്മാരും മറ്റെല്ലാവരും സദസ്സിൽ നിരനിരയായി ഇരുന്നു. രാജാവും പത്നിയും പുത്രന്മാരുമെല്ലാം അവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്നു. അവർക്കാർക്കും തന്നെ രാജാവ് ഇത്ര പെട്ടെന്ന് സഭ കൂടിയതിന്റെ കാരണം മനസ്സിലായിരുന്നില്ല. അങ്ങനെ രാജാവ് സഭയിലുള്ള എല്ലാവരെയും അഭിമുഖീകരിച്ചുകൊണ്ട് എല്ലാവരുടെയും അടിവേരറുത്തുകൊണ്ട് രാജാവ് ഇപ്രകാരം സദസ്സിൽ പറഞ്ഞു: എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം തീരുമാനമെടുത്തിരിക്കുന്നു. അത് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര പെട്ടെന്ന് സഭ വിളിച്ചു വരുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹത്താൽ എനിക്ക് രാജപദവി കിട്ടി. ആ രാജപദവി ഞാൻ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ക്ഷേമ ഐശ്വര്യങ്ങൾക്കു വേണ്ടി ചിലവഴിക്കുന്നതിന് പകരം എന്റെ സ്വന്തം സുഖത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ് ഞാൻ ഇത്രകാലം ചെയ്തത്. എന്റെ സാമ്രാജ്യം വിപുലീകരിക്കുന്നതിന് വേണ്ടി എത്രയോ ജനങ്ങളുടെ രക്തം ചിന്തിയിട്ടുണ്ട്. ഭൗതിക ജീവിതത്തിന്റെ പറുദീസയിൽ മതിമറന്നു ഞാൻ സകലതും വിഹരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലം അന്ധനായിരുന്നു. ഈ അന്ധതയിൽ നിന്ന് ഞാൻ ഇപ്പോൾ കണ്ണുതുറന്നിരിക്കുകയാണ്. ഞാൻ ചെയ്ത അപരാധത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ ഒരുങ്ങുകയാണ്. ഇതുവരെ മാന്യമായി കരുതിയിരുന്ന ഈ സിംഹാസനം ഞാൻ വലിച്ചെറിയുകയാണ്. എനിക്ക് ഈ സ്ഥാനമാനങ്ങൾ ഇനി വേണ്ട. ഞാൻ ഏകാന്തവാസത്തിന് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് യാത്രാനുമതി നൽകണം. രാജാവിന്റെ ഈ വാക്കുകൾ കേട്ട് എന്തു പറയണമെന്ന് അറിയാതെ ജനങ്ങളെല്ലാവരും ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. പിന്നെ തടസ്സം പറയലും കരച്ചിലും പിഴിച്ചിലും കൊണ്ട് ആ സഭ വിമുക്തമായി. ഇത്രയും കാലം തന്റെ ജീവന്റെ ജീവനായി തന്നെ പരിരക്ഷിച്ചു പോന്ന എന്റെ പ്രിയതമൻ എല്ലാം ഉപേക്ഷിച്ചു പോവുകയാണെന്നറിഞ്ഞ് രാജപത്നി വാവിട്ട് കരയാൻ തുടങ്ങി. ഉമ്മയോടൊപ്പം മക്കളും വ്യസനം പറഞ്ഞു കണ്ണുനീരൊഴുക്കി. മന്ത്രിമാരും പൗരപ്രമുഖരുമെല്ലാം ചക്രവർത്തിയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ നോക്കി. പക്ഷേ കരച്ചിലും പിഴിച്ചിലും കൊണ്ടൊന്നും രാജാവ് പിന്തിരിയാൻ മനസ്സ് കാണിച്ചില്ല. റഹ്മാനായ റബ്ബിനോടുള്ള മുഹബ്ബത്ത് അത്രയും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴമായി ഇറങ്ങിയിരുന്നു. അല്ലാഹുവേ, എന്റെ മനസ്സിന് നീ കരുത്തു തരണമേ. ഇവരുടെ വാക്കുകൾ കേട്ട് എന്റെ മനസ്സിനെ നീ പിന്തിരിപ്പിക്കരുതേ. ഇബ്രാഹിം ഇബ്നു അദ്ഹം മനംനൊന്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം രാജാവ് തന്റെ പ്രജകളോടും കുടുംബത്തോടും മന്ത്രിമാരോടും പ്രജകളോടും ഒന്നടങ്കം വിട ചോദിച്ചു പുറപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പ്രിയതമക്ക് അത് ഒട്ടും സഹിക്കാനായില്ല. അത് വാവിട്ട് കരഞ്ഞു. അവർ വാവിട്ട് കരഞ്ഞ് സഹിക്കാനാവാതെ തറയിൽ വീഴുകയാണ്. മാതാവിന്റെ ഈ അവസ്ഥ കണ്ട് മക്കളും അലറി വിളിച്ചു പൊട്ടിക്കരഞ്ഞു. കണ്ടു നിന്നവരുടെയെല്ലാം കണ്ണു നിറഞ്ഞു പോയി. അങ്ങനെ കൊട്ടാരം വിട്ടിറങ്ങിയ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തന്റെ സ്വന്തത്തോട് പറയുകയാണ്: നാഥാ, നിന്റെ കനിവ് മാത്രം ആഗ്രഹിച്ച് പുറപ്പെടുന്ന ഒരു ഫക്കീറാണ് ഞാൻ. അന്ധയുടെ തിമിരം ബാധിച്ച് മൂഢസ്വർഗത്തിൽ ഞാൻ ഇതുവരെ കഴിഞ്ഞുകൂടുകയായിരുന്നു. ഇന്ന് ഞാൻ ബൽക്കയിലെ ചക്രവർത്തിയല്ല. എന്റെ ചുറ്റും പരിവാരങ്ങളില്ല, മൃദുശയ്യയില്ല. എല്ലാം ഉപേക്ഷിച്ചു നിന്റെ കാരുണ്യം മാത്രം പ്രതീക്ഷിച്ച് ഇബ്രാഹിം എന്ന ഈ അടിമ ഇതാ പുറപ്പെടുന്നു. മഹാരാജാവിന്റെ ഈ പ്രാർത്ഥന കേട്ട് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുവാൻ കഴിയാതെ എല്ലാവരും മിഴിച്ചു നിന്നു. ഇതുവരെ തന്റെ ശിരസ്സിനെ രക്തകിരീടം കൊണ്ട് അണിയിച്ചിരുന്ന കിരീടമിതാ ഞാൻ ഇറക്കി വെച്ചിരിക്കുന്നു. തിളക്കമാർന്ന പട്ടുടയാളുകളെല്ലാം ഉപേക്ഷിച്ചു വെറും ഒരു കരിമ്പടം മാത്രം പുതച്ചു. യാത്രയ്ക്ക് വേണ്ടി ഒരു ഉപകരണവും അദ്ദേഹം സംഭരിച്ചില്ല. കയ്യിൽ വിശുദ്ധ ഖുർആൻ മാത്രം കരുതിക്കൊണ്ട് ഞാനിതാ പുറപ്പെടുന്നു. അങ്ങനെയെല്ലാം ത്യജിച്ചുകൊണ്ട് അദ്ദേഹം കൊട്ടാരം വിട്ടിറങ്ങി. അങ്ങനെ കൊട്ടാരത്തിലുള്ളവരെല്ലാം നിറകണ്ണുകളോടെ അദ്ദേഹത്തിന്റെ പോക്കും നോക്കി നിന്നു. അങ്ങനെ അവരെല്ലാവരും നിറകണ്ണുകളോടെ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് യാത്രാമംഗളം നേരുകയാണ്. അത്രയും കാലം തന്നെ സ്നേഹിച്ച മന്ത്രിമാർക്കും പട്ടാളക്കാർക്കും തന്നെ അനുഗമിക്കണമെന്ന് മോഹമുണ്ടായിരുന്നു. പക്ഷേ ഏകാന്തവാസത്തിനായി ഇറങ്ങി പുറപ്പെട്ട രാജാവിനെ അനുഗമിക്കുന്നത് അതത്ര ഇഷ്ടപ്പെടുകയില്ല എന്ന് കരുതിക്കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ പിന്തിരിയുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എല്ലാവിധ ചിന്തകളിൽ നിന്നും വിമുക്തനായി നടന്നു. രാജപദവി വിട്ട് അദ്ദേഹം കാട്ടിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങി. ജനവാസമുള്ള സ്ഥലത്തിലൂടെ ഞാൻ നടന്നു പോയാൽ പലരും എന്നെ തിരിച്ചറിയുവാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതി. അത് എന്റെ ഏകാന്ത ചിന്തക്ക് പോറലേൽക്കും എന്ന് കരുതിയാണ് അദ്ദേഹം വനത്തിലൂടെ യാത്രയായത്. അങ്ങനെ സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്തു.
ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങി. പിന്നീട് പ്രഭാതം പൊട്ടി വിടരുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. അതുപോലെ തന്നെ ഇബ്രാഹിം തങ്ങൾ റളിയല്ലാഹു അൻഹു തന്റെ യാത്രയും തുടർന്നുകൊണ്ടേയിരുന്നു. വിശക്കുമ്പോൾ കാട്ടിനുള്ളിൽ നിന്നും എന്തെങ്കിലും പഴങ്ങൾ പറിച്ചു തിന്നും. ദാഹിക്കുമ്പോൾ കാട്ടുനീർച്ചോലവെള്ളം കോരിക്കുടിക്കുകയും ചെയ്യും. എല്ലാം വെറും വിശപ്പടക്കാൻ വേണ്ടി മാത്രം. ഇത്രയും കാലം വിശിഷ്ട ഭോജ്യങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന വയറാണ്. അതിനെ മെരുക്കിയെടുക്കാൻ അദ്ദേഹത്തിന് പിന്നീട് കഴിഞ്ഞു. അങ്ങനെയുള്ള സഞ്ചാരത്തിനിടയിൽ നിസ്കാരങ്ങളും മറ്റ് ഇബാദത്തുകളുമെല്ലാം അദ്ദേഹം കൃത്യമായി നിർവഹിച്ചു. അങ്ങനെ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപക്കറകളെ കഴുകിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഇപ്പോൾ. അങ്ങനെ കൊഴുത്തു തടിച്ച നല്ല ചുറുചുറുക്കുള്ള ശരീരം ഇപ്പോൾ മെലിഞ്ഞ് ഒട്ടിയിരിക്കുന്നു. കണ്ടാൽ തിരിച്ചറിയാത്ത രൂപത്തിലായി മാറി. അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയം പരിശുദ്ധിയിൽ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരുന്നു. യാത്ര പുറപ്പെടുമ്പോൾ ഒരു കുതിരപ്പുറത്താണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. കുതിര രാജകീയ ചിഹ്നമാണല്ലോ, അത് തനിക്ക് അധികമാണെന്ന് കരുതി ആ ഒട്ടകത്തെ വഴിയിൽ കണ്ട ഒരു യാത്രക്കാരന് നൽകി. അദ്ദേഹത്തിൽ നിന്നും കാണാൻ ചുറുക്കൊന്നുമില്ലാത്ത ഒരു കഴുതയെ വാങ്ങി. അതിന്റെ പുറത്ത് സവാരി ചെയ്തു തുടങ്ങി. വനത്തിലൂടെ ഏകനായി നീങ്ങി. അങ്ങനെ മരുഭൂമിയിലൂടെ കരിമ്പടം പുതച്ച് ഏകനായി നടന്നു നീങ്ങി ആ ചക്രവർത്തി. അത് ചക്രവർത്തിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വെറും എളിമത്വത്തിന്റെ പ്രതീകമായി മാറിയ ആ മനുഷ്യൻ ദൈവമന്ത്രം ഉരുവിട്ട് അങ്ങനെ കാട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അള്ളാഹുവിനോടുള്ള അതിയായ മുഹബ്ബത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ മുമ്പിൽ മറ്റൊന്നും ചക്രവർത്തിക്ക് ഒന്നുമല്ലാതായി. പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ ലിഖാഇന് അർഹനാവുക, അതിൽ കൂടുതലായി ഒരു സൃഷ്ടിക്ക് സന്തോഷമടയാൻ വേറെ എന്താണുള്ളത്? ആ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇബ്രാഹിം തങ്ങൾ തന്റെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് അദ്ദേഹം ഒരു അപരിചിതനെ കണ്ടുമുട്ടി. അയാളുടെ മുഖത്ത് എന്തോ ഒരു പ്രത്യേക തേജസ് തെളിഞ്ഞു കാണുന്നതായി ഇബ്രാഹിം ഇബ്നു അദ്ഹമിന് തോന്നി. തനിക്ക് പരിചയമില്ലാത്ത അദ്ദേഹത്തിന്റെ താടിരോമങ്ങളെല്ലാം നരച്ചതായിരുന്നു. വേഷം കൊണ്ടും ഭാവം കൊണ്ടുമെല്ലാം അദ്ദേഹത്തിൽ ഒരു പ്രത്യേകത ദൃശ്യമായിരുന്നു. തന്റെ കയ്യിലിരിക്കുന്ന ജപമാല ഇളകുന്നതായും ചുണ്ടുകൾ ചലിക്കുന്നതായും അദ്ദേഹത്തിൽ ഇബ്രാഹിം ഇബ്നു അദ്ഹമിന് കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു സ്വാഗതം ചെയ്തു. സലാം മടക്കിക്കൊണ്ട് അദ്ദേഹം ഇബ്രാഹിം തങ്ങളോട് ചോദിച്ചു, ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഉടമയായ ചക്രവർത്തി നിങ്ങൾക്കിറങ്ങിത്തിരിക്കാൻ കാരണമെന്താണ് എന്ന് ചോദിച്ചു. ആ അപരിചിതന്റെ ചോദ്യം കേട്ട് ഇബ്രാഹിം തങ്ങൾ തെല്ലുനേരം വീഴ്ച നിന്നു. താൻ ചക്രവർത്തിയാണെന്നും സാമ്രാജ്യം വിട്ട് ഇറങ്ങിയതാണെന്നും ഇദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി? ആ കാര്യം എത്രയോ രഹസ്യമാക്കി വെച്ചതായിരുന്നു. എന്തായാലും അയാളോട് നേരിട്ട് ചോദിക്കുക തന്നെ. അല്ലയോ മനുഷ്യ, ഞാൻ ചക്രവർത്തിയാണെന്നും ചക്രവർത്തി സ്ഥാനം വിട്ട് ഇറങ്ങിയതാണെന്നും തങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അങ്ങയെ എനിക്കൊരു മുൻപരിചയം പോലും ഇല്ലല്ലോ. അങ്ങ് ആരാണ്? തൽക്കാലം ഞാൻ ആരാണെന്ന് നീ അറിയേണ്ട. ഒരു കാര്യം ഞാൻ പറയട്ടെ. നീ ഉദ്ദേശിച്ചു വന്നത് അള്ളാഹുവിന്റെ സാമീപ്യമല്ലേ? അത് നീ തേടി നടക്കണമെങ്കിൽ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്. രാജപദവിയും മറ്റു പദവികളെല്ലാം ഉപേക്ഷിച്ചു വന്ന നിനക്ക് ആ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അല്ലയോ ഇബ്രാഹിമേ, ഒരു കാര്യം നീ ഓർക്കണം. ശപിക്കപ്പെട്ട പിശാചി എല്ലായ്പ്പോഴും നിനക്ക് മാർഗതടസ്സം ഉണ്ടാക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. ഇതിൽ നിന്ന് വിജയിച്ചാൽ മാത്രമേ നിനക്ക് ഈ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. പരീക്ഷണങ്ങളെ തരണം ചെയ്യാൻ നീ പരിശീലിക്കണം. നിന്റെ പഴയ കൂട്ടുകെട്ടുകളിലെല്ലാം നീ വിരമിക്കണം. നിന്റെ സമ്പത്തുകളിലും സ്ഥാനമാനങ്ങളിലും എല്ലാം നീ സ്നേഹിക്കാതിരിക്കുകയും ഏറ്റവും നിസ്സാരന്മാരുമായി നീ സഹവസിക്കുകയും വേണം. ഇപ്രകാരം പല സാരോപദേശങ്ങളും അദ്ദേഹം ഇബ്രാഹിം തങ്ങൾക്ക് നൽകി. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ചു അംഗശുദ്ധി വരുത്തി നിസ്കാരം നിർവഹിക്കുകയും ഭക്ഷണം പകുത്ത് കഴിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇബ്രാഹിം തങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. വഴിയിലൊന്നും ഒരൊറ്റ മനുഷ്യനെയും കണ്ടില്ല. വന്യജീവികളുടെ മുരൾച്ചയും കാട്ടാനകളുടെ അലറിപ്പും പറവകളുടെ ചിലച്ചിലപ്പും മാത്രം. ഇടയ്ക്കിടെ ഏകാന്തതയിൽ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തേജസ്വരൂപിയായ ഒരു വയോവൃദ്ധനെയും കൂടി ഇബ്രാഹിം തങ്ങൾ വഴിയിൽ കണ്ടുമുട്ടി. ആ വയോവൃദ്ധനും
വേഷങ്ങളിലും ഭാവത്തിലും രൂപത്തിലും മുമ്പ് കണ്ട ആളുടെ അതേപോലെ തന്നെയായിരുന്നു. ഇബ്രാഹിം തങ്ങൾ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചു. അദ്ദേഹവും മുൻപ് കണ്ട ആളിന്റെ അതേ ചോദ്യം തന്നെ ഇബ്രാഹിം തങ്ങളോട് ആവർത്തിച്ചു. വലിയൊരു സാമ്രാജ്യം ഉപേക്ഷിച്ച് ഈ വനത്തിലൂടെ ഇങ്ങനെ തെണ്ടി നടക്കുന്നത് എന്താണ് ഇബ്രാഹിമേ എന്ന് അയാളും ചോദിച്ചു. അപ്പോൾ ഇബ്രാഹിം തങ്ങൾക്കുണ്ടായ അത്ഭുതത്തിന് ഒരു അതിരും ഉണ്ടായിരുന്നില്ല. മുമ്പ് ഇതേ ചോദ്യം ഒരാൾ എന്നോട് ചോദിച്ചു, ഇപ്പോൾ ഇയാളും എന്നോട് ചോദിക്കുന്നു. സത്യത്തിൽ ഇവർ ആരാണ്? അങ്ങ് ആരാണ്? ഞാൻ രാജപദവി കൈയൊഴിഞ്ഞു വന്നതാണെന്ന് അങ്ങയോട് ആര് പറഞ്ഞു? അതങ്ങക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ പിന്നീട് അറിയാം. സർവശക്തനായ അള്ളാഹുവിലേക്ക് അടുക്കുവാനും അവന്റെ പ്രീതി കാക്ഷിക്കുവാനുമല്ലേ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹൃദയത്തിൽ അഭിലാഷങ്ങളെ അടക്കി നിർത്താൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ താങ്കൾക്ക് ഈ കാര്യത്തിൽ വിജയം വരികയുള്ളൂ. ആ വാക്കുകൾ ഇബ്രാഹിം തങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടു. എന്നിട്ടവർ രണ്ടുപേരും ഒരുമിച്ചു അംഗശുദ്ധി വരുത്തി നമസ്കരിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അവർ പരസ്പരം വേർപിരിയാൻ അടുത്തപ്പോൾ ആ വയോവൃദ്ധൻ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളോട് ചോദിച്ചു, താങ്കൾ ഞാൻ ആരാണെന്ന് അറിയാൻ ചോദിച്ചില്ലേ? അതെ, അത് അറിയാനുള്ള മോഹം എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ട്. അതെ, നിങ്ങൾ ഹിളർ നബിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ, ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഹിളർ നബിയും ഇല്യാസ് നബിയും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ ഞാനാണ് ഹിളർ നബി. നിങ്ങൾ മുമ്പ് കണ്ട മനുഷ്യനില്ലേ, അതാണ് ഇല്യാസ് നബി അലൈഹിമുസ്സലാം. നിങ്ങൾക്ക് പ്രത്യേക ഉപദേശം നൽകുക എന്നതാണ് ഞങ്ങളുമായി കാണാനിടയായ ലക്ഷ്യം തന്നെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഹിളർ നബി അലൈഹിസ്സലാം അവിടെ നിന്നും അപ്രത്യക്ഷനായി. ഇബ്രാഹിം നബിയുടെ മനസ്സിൽ ആ നബിമാർ നൽകിയ സാരോപദേശം മങ്ങാതെ മായാതെ ജ്വലിച്ചു നിന്നു. വനാന്തരത്തിൽ ഒരു ഗുഹ, അതാണ് ഇബ്രാഹിം തങ്ങളുടെ വസതി. സ്വന്തം ആഗ്രഹങ്ങളെ മുഴുവനും തങ്ങൾ മനസാ വാചാ കർമ്മന വിമുക്തമാക്കിയിരിക്കുന്നു. സ്വന്തം ശരീരത്തോട് അദ്ദേഹം എപ്പോഴും ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. തന്റെ പൂർവകാല ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിക്കും. അത് കൈവിട്ടതിലുള്ള നഷ്ടബോധത്തിലല്ല, നേരെ മറിച്ച് താരതമ്യ പഠനം നടത്തുവാൻ വേണ്ടി മാത്രം. രാജാവായിരിക്കുമ്പോൾ ഉത്തുംഗമണി സൗധത്തിൽ വസിച്ച ശരീരമേ, നീ ഇന്ന് ഈ കാട്ടുഗുഹയിൽ താമസിക്കുന്നു. സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ കഴിച്ചിരുന്ന നീ ഇന്ന് വെറും ചവറുകൾ, കാട്ടുകനികൾ മാത്രം ഭക്ഷിക്കുന്നു. നാവിൽ നിന്ന് മധുരം പോവാത്ത വിഭവങ്ങളും പാൽ പായസങ്ങളും കഴിച്ചിരുന്ന നീ ഇന്ന് കാട്ടാറിലെ വെള്ളം കൊണ്ട് തൃപ്തിപ്പെടുന്നു. രാജ്യത്തിൽ വെച്ച് ഏറ്റവും സുന്ദരികളായ സ്ത്രീകളെ തിരഞ്ഞെടുത്ത നീ പെണ്ണിന്റെ ചൂട് പോലും മറന്നിരിക്കുന്നു. ഇനി ഒരിക്കലും നിന്റെ ആ പഴയ നിലപാടിലേക്ക് നീ തിരിച്ചു പോകരുത് എന്ന് സ്വന്തം ശരീരത്തോട് എപ്പോഴും ഉപദേശം നൽകുമായിരുന്നു അദ്ദേഹം. തന്റെ ഏത് അഭിലാഷവും നിറവേറ്റിത്തരാൻ ആജ്ഞയും കാത്തു നിൽക്കുന്ന ആ ദാസന്മാർ, ആ പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്തിയ സ്വന്തം ശരീരത്തെ തന്നെ ഇപ്പോൾ കഷ്ടപ്പെടുത്തുവാൻ തീരുമാനിച്ചു. കഠിനമായ അധ്വാനം കൊണ്ട് അദ്ദേഹം സ്വന്തം ശരീരത്തെ തന്നെ വെറുക്കുവാൻ തുടങ്ങി. മലയിൽ നിന്നും വിറക് ശേഖരിച്ച് വിറ്റ് അതിൽ നിന്നും കിട്ടുന്ന കാശ് കൊണ്ട് എന്തെങ്കിലും വാങ്ങി വിശപ്പടക്കുവാനും വാങ്ങിയിരുന്നത്. അങ്ങനെ ആ ശരീരം ശോഷിച്ചു എല്ലും തൊലിയുമായി മാറി. കണ്ടാൽ തിരിച്ചറിയാതെയായി. പകൽ മുഴുവനും ഇബ്രാഹിം തങ്ങൾ നോമ്പനുഷ്ഠിച്ചു. രാത്രി മുഴുവനും ഇബാദത്തിൽ മുഴുകി. ഇങ്ങനെ ഇബാദത്തുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ധന്യമാക്കി. വിശപ്പിന്റെ രുചി എന്തെന്നറിയാതെയാണ് താൻ ഇത്ര കാലം ജീവിച്ചത്. ആ വയറിനെയാണിപ്പോൾ പട്ടിണിക്കിട്ട് മരിക്കുന്നത്. ദിനരാത്രങ്ങൾ പലതും കഴിഞ്ഞു. ആ വനം ഇബ്രാഹിം തങ്ങൾക്ക് സ്വന്തം നാട് പോലെ പരിചിതമായി. അവിടെയുള്ള ഹിംസജന്തുക്കൾ പോലും അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കുമായിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ പ്രീതിക്ക് മാത്രമായി ഇബ്രാഹിം തങ്ങൾ തന്റെ ജീവിതം മാറ്റിവെച്ചു. അള്ളാഹുവിന്റെ കോപത്തിന് നിദാനമാകുന്ന ഒരു കാര്യത്തിൽ പോലും ഇബ്രാഹിമിനു അദ്ദേഹം തങ്ങൾ ഏർപ്പെട്ടില്ല. അങ്ങനെ വർഷങ്ങളോളം ആ ജീവിതം തുടർന്നുപോയി. യാതൊരു അലട്ടലും അല്ലലുമില്ലാത്ത ജീവിതം. കുടുംബങ്ങളില്ല, പ്രജകളില്ല, കെട്ടുപാടുകളില്ല. തന്റെ ചിന്തയിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ ആരുമില്ല. പക്ഷേ സ്ഫടിക സമാനമായിരിക്കുന്ന വെള്ളത്തിൽ ചളി വാരിയിട്ടതുപോലെ അദ്ദേഹത്തിന്റെ ഏകാന്തതയിലേക്ക് ജനങ്ങൾ ഇരമ്പി വന്നു. സ്വന്തം സാമ്രാജ്യം ഉപേക്ഷിച്ച് കരിമ്പടം പുതച്ചിറങ്ങിയ ചക്രവർത്തി ഇവിടെയാണെന്നറിയുവാൻ ആകാംക്ഷഭരിതരായി കാത്തിരിക്കുകയായിരുന്നു ജനങ്ങൾ. അങ്ങനെയിരിക്കെ രാജാവ് ഗുഹയിൽ അധിവസിക്കുന്ന വിവരം ആരോ മണത്തറിഞ്ഞു.
പിന്നെ ആ വാർത്ത പ്രചരിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. അതിനുശേഷം ജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. മുഴുവൻ ജനങ്ങൾക്കും സൂഫി വര്യനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ കാണണം എന്നായി. അതിനുവേണ്ടിയുള്ള തിക്കും തിരക്കും തന്നെയാണ്. തികച്ചും ഏകാന്തത മാത്രമായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്നാൽ ഇത്രകാലം ഏകാന്തത ലഭിച്ചു. കാട്ടുമൃഗങ്ങൾ പോലും തനിക്ക് എതിരായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോഴിതാ മനുഷ്യർ ഒരു ശല്യവുമായി മാറിയിരിക്കുന്നു. തന്നെയുമല്ല, പലരും പല പാരിതോഷികങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ദുനിയാവിന്റെ കെട്ടുപാടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി വനത്തിൽ വന്ന തനിക്ക് എന്തിനാണ് ഈ സമ്മാനങ്ങൾ? ഇല്ല, ഇവിടെ ഇനി നിന്നാൽ തന്റെ ഉദ്ദേശം സഫലീകൃതമാകുകയില്ല. അങ്ങനെ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പിന്നെ അവിടെ നിന്നില്ല. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ആ ഗുഹയിൽ നിന്നും യാത്ര തിരിച്ചു. അനന്തമായ യാത്ര തന്നെയാണ്. ഏകാന്തത, അതുമാത്രമാണ് തന്റെ ലക്ഷ്യം. അത് കിട്ടുവോളം അദ്ദേഹം നടന്നു. അങ്ങനെ ഏകാന്തത കിട്ടുവോളം അദ്ദേഹം മുന്നോട്ട് ഗമിച്ചുകൊണ്ടേയിരുന്നു. വഴിയിൽ ഒരപരിചിതൻ ഇബ്രാഹിം തങ്ങളുടെ എതിരിൽ വരുന്നതായി തങ്ങൾ കണ്ടു. മുമ്പ് കണ്ട വയോവൃദ്ധന്മാരുമായി സാമ്യമുണ്ട്. വേഷത്തിൽ മാത്രമേ സാദൃശ്യമുള്ളൂ. ശുഭവസ്ത്രം, നീളം തലയെക്കെട്ട്, വെള്ളത്താടി, എല്ലാം. പക്ഷേ ഒന്നു മാത്രം ഇല്ല, മുഖത്ത് ഒളിമിന്നുന്ന തേജസ് ഇല്ല. ഇയാളുടെ മുഖം കറുത്തിരുണ്ടതാണ്. എന്നിട്ട് അദ്ദേഹം ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു: അല്ലയോ മഹാരാജാവേ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ സ്വന്തം ശരീരത്തെ ഇട്ട് ഇത്ര കഷ്ടപ്പെടുത്തേണമോ? അല്ലാതെ തന്നെ അതിന് എന്തെല്ലാം മാർഗങ്ങളുണ്ട്. താങ്കൾ എന്തിന് ആ സമുന്നതമായ രാജാധികാരം കളഞ്ഞു കുളിച്ചു? രാജപദവിയിൽ ഇരുന്നാലും താങ്കൾക്ക് ഏത് ഇബാദത്തും ചെയ്യാമായിരുന്നില്ലേ? തന്നെ മാത്രവുമല്ല, സമ്പത്തുകൾ ദാനം ചെയ്ത് ദാനധർമ്മങ്ങൾ കൂടുതൽ നേടാമല്ലോ. ഇതൊന്നും ആലോചിക്കാതെ താങ്കൾ എടുത്തുചാടിയത് ഒരു നല്ല ബുദ്ധിയായില്ല. താങ്കൾ എന്നെ കണ്ടില്ലേ? ഭൗതികപരമായിട്ടുള്ള എല്ലാ ആഡംബരങ്ങളും ആസ്വദിക്കുന്നവനാണ് ഞാൻ. എന്നിട്ടും അള്ളാഹുവിന്റെ പ്രീതിക്ക് പാത്രഭൂതനാവാൻ എനിക്ക് കഴിഞ്ഞു. താങ്കൾ വേഗം മടങ്ങിപ്പോകുക, ബൽക്കയിലെ സിംഹാസനത്തിലിരിക്കുക. എന്നിട്ട് ഇഹത്തിലും പരത്തിലും സന്തുഷ്ട ജീവിതം നയിക്കുക. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ മുഴുവൻ കേട്ടു. അയാൾ ഏതായാലും തന്റെ ഗുണകാംക്ഷിയല്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. ഇബ്ലീസ് പല നിലയിലും വന്ന് ഉപദേശിക്കുമെന്ന് ഇല്യാസ് നബിയുടെ സംസാരത്തിലൂടെ തനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇദ്ദേഹം ഏതായാലും ആ ശപിക്കപ്പെട്ട പിശാച് തന്നെ. അങ്ങനെ ഇബ്രാഹിം തങ്ങൾ അവിടെ നിന്നും ഓതി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. തൽക്ഷണം ആ വയോവൃദ്ധന്റെ രൂപത്തിൽ വന്നു നിന്ന ആ പിശാച് തന്റെ മുമ്പിൽ നിന്നും പിന്തിരിഞ്ഞോടി. അൽഹംദുലില്ലാ, ദീൻ നിരോധിയായ ശൈത്താനിന്റെ ശർറിൽ നിന്നും എന്നെ രക്ഷിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞു ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ഒരുപാട് റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ തന്റെ യാത്രയിൽ ഇടവിട്ട് അദ്ദേഹം നിസ്കരിച്ചു കൊണ്ടിരുന്നു. തന്റെ ഏകാന്തവാസത്തിന് പറ്റിയ സ്ഥലം അന്വേഷിച്ചു കൊണ്ടാണ് അദ്ദേഹം യാത്ര തുടർന്നത്. അങ്ങനെ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പുതിയ ഒരു താവളം കണ്ടെത്തി. ബഗ്ദാദിലെ ഒരു ഗ്രാമത്തിൽ ചെന്ന് അദ്ദേഹം കൂലിവേലയെടുക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തു. പകൽ അധ്വാനം ചെയ്യുന്നുണ്ട് എങ്കിലും ഒരു തുള്ളി വെള്ളം പോലും അദ്ദേഹം ഇറക്കിയിരുന്നില്ല. എന്നും നോമ്പ് തന്നെയായിരുന്നു. തൽക്കാലം ഈ ചരിത്രകഥ ഇവിടെ ചുരുക്കുന്നു. അടുത്ത വീഡിയോയിൽ തുടർന്ന് കേൾക്കുക. ഈ ചരിത്രകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.